പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ. ഓണം വന്നു, ശരിക്കും ഓണം വന്നു. ഓണം വന്നേ. ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് ഇരട്ടി മധുരമാണ്. സൂപ്പർ ഓണം അല്ലേ? പിന്നെ അടിപൊളി ഓണം അല്ലേ ചേച്ചി? കിലുങ്ങുന്ന കൊലുസൊക്കെ ഇട്ട് ശരിക്കും ഒരു നാടൻ പെൺകുട്ടിയാണ്. ഓണാശംസ പറയാൻ പറ്റുമോ കന്നഡയില്? എന്റെ അമ്മ അത്രയ്ക്ക് ആയിട്ടില്ല. പുലരി വെയിലത്ത് സാമ്പാറിന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടെന്നിട്ടും മുരിങ്ങക്കോല് വാടി. ഓണം സദ്യ അതാരുടെ കൂടെ ആയിരിക്കും? എം ജയചന്ദ്ര സാറിന്റെ കൂടെ സദ്യ കഴിക്കുക, പാടുക. കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർകൂന്തലം ബ്രഹ്മാവേ, കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ. പെൺപിള്ളേരൊക്കെ അത് എടുത്ത് ആടി തകർക്കുകയാണ്. കഞ്ഞിയും കറിയും കളിക്കും. നമ്മുടെ അമ്മായിയുടെ മക്കളും ഒക്കെ ആയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചെടുക്കുക. ഞാൻ ആദ്യമേ എടുക്കുമ്പോ പറഞ്ഞ് ഞാൻ തുടങ്ങും. മധുവണ്ണം വിളി മണ്ണിലെ ഈറമുണ്ട്, മുൾക്കാട്ടിൽ പൂവുമുണ്ട്. എല്ലാവർക്കും என்னுடைய ഓണം പண்டிகை வாழ்த்துக்கள். വന്നോണം, കണ്ടോണം, തിന്നോണം, പോക്കോണം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് ഞങ്ങൾക്കൊപ്പം നമുക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ദേശീയ പുരസ്കാര ജേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചി, സ്വാഗതം. നമസ്കാരം. ഹാപ്പി ഓണം ചേച്ചി. ഹാപ്പി ഓണം എല്ലാവർക്കും കേട്ടോ. ഭയങ്കര സന്തോഷാണ് ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ ഡബിൾ സന്തോഷമായിട്ട് ദേശീയ പുരസ്കാര നിറവിലാണ്. അതെ അതെ, ഞാനും അതുപോലെ. എന്താണ് പറയാനുള്ളത് തുടക്കത്തില്? അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് ഇരട്ടി മധുരമാണ്. യെസ്, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുമല്ല, സൂപ്പർ ഓണം അല്ലേ? പിന്നെ അടിപൊളി ഓണം അല്ലേ ചേച്ചി? അങ്ങുവാന കോണില് അല്ലേ? അതാണ്. ഇപ്പൊ അത് പാടാത്ത മലയാളികളുണ്ടോ? നമ്മുടെ അഭിമാനമായിട്ട് മാറി ചേച്ചി. ആ പ്രഖ്യാപനം എനിക്ക് തോന്നുന്നു ചേച്ചി ഫോണിൽ വിളിച്ചറിയിച്ചപ്പോഴാണ് അറിഞ്ഞത്. VK സുഭാഷ് ഏട്ടൻ എറണാകുളത്ത് ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്ന, എന്റെയും ഡോക്യുമെന്ററിക്ക് നാഷണൽ അവാർഡ് ഉണ്ട്, ഇന്റർനാഷണൽ അവാർഡ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞപ്പോ താങ്ക് യു എന്താ ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴാണ് ഇതറിഞ്ഞത്. ഓയ്യോ, രോമാഞ്ച കുട്മളം അങ്ങോട്ട് രോമാഞ്ച കുട്മളായിരുന്നു ചേച്ചിക്ക്. ചേച്ചി, നമുക്ക് ഓണം എല്ലാവർക്കും ഓണത്തിന്റെ ഒരു സമ്മാനം എന്ന രീതിയിൽ നമുക്ക് ആ പാട്ടിലങ്ങ് തുടങ്ങിയാലോ? യെസ്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആഹാ, ഈ പാട്ടിനെ കുറിച്ച് എന്താ ചേച്ചി പറയാനുള്ളത്? ഇത് പാടിയപ്പോ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നല്ലേ? ഇത് ലോകം അറിയും ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മുടെ ദീപു നയനൻ തോമസ് ചേട്ടൻ പാട്ട് അയച്ചു തന്നു. എറണാകുളത്തായിരുന്നു റെക്കോർഡിങ്. അപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞു ഭാവം ഉൾക്കൊണ്ട് പാടണം. അതായത് മുത്തശ്ശി കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ ഭാവം എല്ലാം ഉൾക്കൊണ്ട് ഇന്ന വരി ഇന്ന രീതിയിൽ പാടണം എല്ലാം അപ്പൊ പറഞ്ഞു തരുമായിരുന്നു. പാടിക്കഴിഞ്ഞപ്പോഴേ ദീപു ചേട്ടനും മനു മഞ്ജിത്ത് ചേട്ടനും ജിതിൻ ലാലേട്ടനൊക്കെ പറഞ്ഞു, ഫിലിം ഡയറക്ടറൊക്കെ പറഞ്ഞു, ഒരു ദേശീയ അവാർഡിന്റെ മണം തന്നെ ഉണ്ട്, അവാർഡ് മണക്കുന്നു. മണം കിട്ടി. അതെ, ഇപ്പൊ ലോകം പരക്കുവാ അല്ലേ, കൂമാന്നായി. പിന്നല്ല, ഓണത്തിന്റെ ഇടയിൽ ആ മണം ഇങ്ങനെ പരന്നോണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ കഥ. യെസ് ചേച്ചി, നമുക്ക് ഈ പാട്ടിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, രണ്ട് ഫീൽ ഉണ്ടല്ലോ അതിനകത്ത്. അതായത് ഈ കൊഞ്ചി കളിയാടി വാന്ന് പറയുമ്പോ കുഞ്ഞിനോട് അത്രയും ഇത് പറയുന്നതും, പ്ലസ് അതിന്റെ കൂടെ ആ ഉയർന്നു വാ എന്നുള്ള ഒരു ഇതിൽ വരുമ്പോ ആ പാട്ടിന്റെ ഗതി തന്നെ മാറുകയാണ്. ചേച്ചിക്ക് എന്താ ആ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്? അതാണൊരു പോലെ, അത് ഒട്ടും അതായത് തനിമ ചോർന്നു പോവാതെ ദീപ് ചേട്ടൻ ഓരോ വരികളും അല്ലേ അതിമനോഹരമായിട്ട് എനർജിയും കൊഞ്ചലും താരാട്ടും മോട്ടിവേഷനും എല്ലാം കൂടെ ആ പാട്ടിൽ കൊണ്ടുവന്നു മസാലയായി. യെസ്, ഞങ്ങൾ മലയാളികൾക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ഒരാളാണ് ചേച്ചി. ചേച്ചിയും ചിത്ര ചേച്ചിയൊക്കെ കാണുമ്പോൾ ആ ചിരി അടുത്തിരിക്കുന്നവർക്ക് പരത്തുന്ന ഒരു പോസിറ്റീവ് എനർജി, ഒരു വൈബ്. അയ്യോ സത്യം, അത് എടുത്തു പറയേണ്ടതാണ്. ഇതെങ്ങനെയാണ്, ഇതിന്റെ ഒരു രഹസ്യം എന്താണ്? പണ്ട് മുതലേ അങ്ങനെയാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരും, എപ്പോഴും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കണം, കാണുന്നവർ എല്ലാവരും. ആ സന്തോഷം ഞങ്ങൾക്ക് കൂടെ കിട്ടും. അത് തന്നെ. പണ്ട് ഞാൻ ഗൗരവക്കാരിയായിരുന്നു എന്നാ പറഞ്ഞത്.
പണ്ടൊക്കെ ഗൗരവക്കാരിയായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞു. ആണോ? അയ്യോ ഞങ്ങൾക്ക് അത് ചിന്തിക്കാൻ കൂടെ വയ്യ. ആയിരുന്നില്ലേ? ഒരുമാതിരി ചിരിയില്ലാത്ത വിചേച്ചി ഞങ്ങക്ക് വേണ്ട. പിന്നെയാണ് അതൊക്കെ ഉണ്ടായത്. സിനിമയിലൊക്കെ എല്ലാവരുമായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോ അങ്ങോട്ട് സൂപ്പറായി. യെസ്, എത്ര പോസിറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ചേച്ചി ഓണത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇത്തവണത്തെ ഡബിൾ സന്തോഷം നമ്മൾ പറഞ്ഞു. അപ്പം ഇനിയും അവാർഡ് വാങ്ങാൻ അങ്ങനെ പോണം ഗംഭീരമായിട്ട്. അതിന്റെ പ്ലാനുകളൊക്കെ എങ്ങനെയാണ്? അതെ, ഗുജറാത്തിൽ അങ്ങനെയാണോ? ഗുജറാത്തിലാണെന്ന് പറയുന്നത്. ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അച്ഛനും അമ്മയും എല്ലാം നമ്മുടെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് തരും, സെറ്റാക്കി ഒരെണ്ണം വാങ്ങിക്കണം, വാങ്ങിക്കുക, അങ്ങോട്ട് പോവുക, വാങ്ങുക മമ്മൂക്കയുമായി ഒത്ത്. അതാണ് അവിടെ ചെല്ലുമ്പോ മമ്മൂക്കയുടെ കൂടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകള് അല്ലെ, ദേശീയ പുരസ്കാര ജേതാക്കൾ എല്ലാവരും കൂടെ. എന്ത് ഭാഗ്യമാ നമ്മുടെ എക്സലൻസി ദ്രൗപദി മേഡത്തിന്റെ കൂടെ, മേഡത്തോടൊപ്പം അല്ലേ, മേഡം അല്ലേ തരുന്നത്. അതെ, ടെൻഷൻ ഉണ്ടാവോ ചെറുതായിട്ട്? ഒരുമാതിരി സംസാരിക്കാൻ നേരത്തൊരു വേറെ ഏത് ഭാഷ, ഇംഗ്ലീഷൊക്കെ പറയുമ്പോഴും എന്താണെന്ന് അറിയത്തില്ല. ഭാഷകളുടെ കാര്യം ചോദിക്കാം, എന്റെ ഒരു ചോദ്യമായിരുന്നു അത്. എന്തോരം ഭാഷകളിലാണ് പാടിയത്? ഇപ്പൊ തന്നെ നമ്മളെ പുതിയ സിനിമ എടുക്കുകയാണെങ്കിൽ 5 അച്യുതാവതാരത്തിൽ 5 ഭാഷകളിൽ പാടി അല്ലേ? ഈ ഭാഷകളിൽ പാടുമ്പം വെറുതെ അങ്ങ് പാടിയാ പോരല്ലോ, കാണാതെ പിടിച്ച്. നമുക്ക് അതിന്റെ ഭാവം ഉൾക്കൊണ്ടല്ലേ പാടേണ്ടത്. തമിഴ് നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു സ്റ്റേജിലൊക്കെ. ബാക്കി ഏതൊക്കെ ഭാഷകൾ? നമുക്ക് ഇംഗ്ലീഷും ഫ്ലുവന്റ് അല്ലെങ്കിൽ ഒരുവിധം. ബാക്കി തെലുങ്ക്, മറാഠി, ഗുജറാത്തി, കന്നഡ ഒക്കെ അറ്റവും മുറിയുമായി സംസാരിക്കും. എന്തെങ്കിലും പറയോ? കന്നഡ ഗൊത്താ? ഓണാശംസ പറയാൻ പറ്റുമോ കന്നഡയിൽ? എന്റെ അമ്മ അത്രയ്ക്ക് ആയിട്ടില്ല കേട്ടോ, തുടക്കക്കാരിയാ കേട്ടോ. ധന്യവാദകളു, നന്ദി എന്നുള്ളതിന് എന്താ പറയാ? ധന്യവാദകളു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയും ധന്യവാദകളു ചേച്ചി, മലയാളികളുടെ ധന്യവാദകളു. പിന്നല്ല ചേച്ചി, ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയലക്ഷ്മി ചേച്ചിയുടെ ഓണം എന്താണ്? ഓണത്തിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ്? ഓണം നമ്മുടെ നൊസ്റ്റാൾജിയ വരണ്ടേ, എല്ലാരും പറഞ്ഞു കേട്ടിരിക്കുന്ന പോലെ. എത്ര ഓണം ഉണ്ട് നമുക്ക്? 4 ഓണം ഉണ്ട്. 4 ഓണേ ഉള്ളൂ. അത് ഏതൊക്കെയാണാവോ? വന്നോണം, കണ്ടോണം, തിന്നോണം, പോക്കോണം. കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്താ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ? ഓണസദ്യകളെല്ലാം സൂപ്പർ സംഭവങ്ങളല്ലേ അല്ലേ? എന്നാലും ഏറ്റവും ഇഷ്ടം, സദ്യയിലെ ഏറ്റവും ഇഷ്ടം എന്താ? സദ്യയിൽ എന്തുവാണ്? സാമ്പാർ, പുളിശ്ശേരി അവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ എന്നാ ടേസ്റ്റ്. അടിപൊളിയല്ലേ? സത്യം, ഓണത്തിന്റെ മണം വരുന്നു. അതെ, സദ്യയുടെ മണം വരുന്നു. ചേച്ചി, നമുക്കൊരു പാട്ട് പാടാം ചേച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയുടെ, എനിക്ക് തോന്നുന്നു 17 മില്യൺ ഒക്കെ പോയൊരു പാട്ടുണ്ട്, അഞ്ജനമണി കട്ടിലിന്മേൽ. പെൺപിള്ളേരൊക്കെ അത് എടുത്ത് ആടി തകർക്കുകയാണ്. ആ പാട്ടൊന്ന് പാടിയാലോ ചേച്ചി? അഞ്ജനമണി കട്ടിലുമേ നല്ല പഞ്ഞാണി തേർമെത്തേമേ, അഞ്ജന പർവ്വതം പോലെ മങ്ക കിടപ്പു കാണുന്നേ, ആഹാ കുന്നത്ത് കൊന്ന പൂത്ത പോലെ വയനാടൻ മഞ്ഞൾ പോലെ, കുഴൽമുടി മങ്ക തൻ്റെ മുഖമഴകാണേ, ആഹാ കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർകൂന്തലം ബ്രഹ്മാവേ, കിഴക്കും കൊല്ലം ചങ്ങാതി കണ്ടങ്ങ് കൊതിച്ചു പോകുന്നേ. ആഹാ, ഓണം വന്നു, ശരിക്കും ഓണം വന്നേ. ചേച്ചി, ഓണക്കോടി കൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു കൊടുക്കാറുണ്ട്? ചേച്ചി എടുത്തു കൊടുക്കാറുണ്ടോ? അമ്മയ്ക്ക് ഒരു സാരി? അതെ, എവിടെയെങ്കിലും പോകുമ്പോ മേടിക്കാൻ പറയും. മേടിക്കുന്നുണ്ടോ? മേടിക്കുന്നുണ്ട്. അതെ, തമിഴ്നാട്ടിലേക്കൊന്ന് നമുക്ക് പോവാം. തമിഴ്നാട്ടിലേക്ക് പോകുമ്പോ ചേച്ചിയുടെ ഓരോ വേദികളിലും കാണുന്നത് അവര് എത്ര റെസ്പെക്ടോടെ, എത്ര ആദരവോടെയാണ് ചേച്ചി ഓരോ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത്. ചേച്ചി അവിടെ ഭയങ്കര ഹാപ്പി. അത് ഞാൻ അതിനെ കുറിച്ച് ചോദിക്കാൻ വരുമായിരുന്നു. അതാ പതക്കം എന്നാണോ പറയാ? പതക്കം. ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന പതക്കം തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡാണ് ആ കിടക്കുന്നത്, തിളങ്ങുന്നത്. തമിഴിനെ കുറിച്ച് എന്താണ് പറയുന്നത്? തമിഴ് ഭാഷയെ കുറിച്ച് സൂപ്പറല്ലേ? അവരെ കുറിച്ച് തമിഴ് എല്ലാം സൂപ്പർ, അല്ല വിനയവും ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, എന്നാലും ഒന്നുകൂടി അവിടെ അല്ലേ? ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. നമ്മളത് തുറന്നു പറയാൻ മടിയും കാണിക്കുന്നില്ല. നമ്മളെക്കാൾ അവർക്ക് കുറച്ചുകൂടി വിനയമുണ്ട്, സ്നേഹമുണ്ട്. ഭാഷയും നല്ല അല്ലേ? സൂപ്പർ ഭാഷ. തമിഴ് നന്നായി സംസാരിക്കും ചേച്ചി. തമിഴ് സംസാരിക്കാവോ ഞങ്ങളോട്? തമിഴിൽ ഓണാശംസ പറയാൻ പറ്റുമോ? എല്ലാവർക്കും എന്നുടേ ഓണം പண்டிகை வாழ்த்துக்கள். അടിപൊളി, ഓണം വാഴ്ത്തുക്കൾ. ചേച്ചി, ഓരോ വേദിയിൽ നിൽക്കുമ്പോ ചേച്ചിക്ക് തോന്നുന്ന കാര്യം? എനിക്കൊന്ന് 6ാം വയസ്സിലാണ് ആദ്യത്തെ വേദി, ആണോ? അതെ, 5.5 വയസ്സിൽ ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം ഉദയനാപുരം
ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത്. ആ വേദി തൊട്ട് ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോ വേദികളിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ ചേച്ചിക്ക്? ഓരോ കാലം കഴിയും തോറും ഇപ്പൊ ഓരോ അവാർഡ് കിട്ടുന്നു, വലിയ വലിയ നേട്ടങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല ഇപ്പം പഴയതിലും ഇപ്പം എന്തൊക്കെ സയന്റിഫിക് ആയിട്ട് ഫെസിലിറ്റീസ് ഉണ്ട്. പണ്ട് എല്ലാവരും ലോകം അറിയാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ലായിരുന്നല്ലേ പണ്ടൊക്കെ. ഇപ്പൊ മീഡിയസ് ഒക്കെ വന്നപ്പോ അടിപൊളിയായില്ലേ, എല്ലാം സൂപ്പറാ, നേരത്തേലും ആക്റ്റീവായില്ലേ. അതൊക്കെ നല്ലൊരു മാറ്റമല്ലേ. എങ്ങനെയാ മീഡിയ എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, വാർത്ത കാണാറൊക്കെ ഉണ്ടോ? വാർത്ത കേൾക്കാറുണ്ട്. അടിപൊളിയല്ലേ? ആണോ? ഇഷ്ടമാണ്. ഇപ്പൊ അതിന്റെ രീതിയൊക്കെ മാറിയില്ലേ? പഴയ നമ്മുടെ ദൂരദർശൻ സെറ്റപ്പിൽ നിന്നൊക്കെ മാറി ആളുകളുമായി ഇടപെട്ടുകൊണ്ടുള്ള വാർത്താവതരണം ഇഷ്ടമാണോ? അതൊക്കെ പിന്നെ റിപ്പോർട്ട് കാണാറുണ്ടോ? ഉണ്ട്, എല്ലാം എനിക്ക് ഇഷ്ടം. ആണോ? എല്ലാം സൂപ്പറാട്ടോ. എല്ലാം സൂപ്പറാണ്. നമുക്ക് ഓണം നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വിട്ടെങ്കിലും നമുക്ക് ഓണത്തിനെ കുറിച്ചുള്ള ചെറിയ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. ഓക്കെ, ഓണം കുറച്ച് ക്വിക്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ റാപ്പിഡ് ഫയർ എന്ന് പറയാം നമുക്ക്. ഓണം റാപ്പിഡ് ഫയർ. ചേച്ചിക്ക് ഒരു അവസരം കിട്ടുകയാണ്, ഏതെങ്കിലും ഒരു ചേച്ചിയുടെ ഇഷ്ട താരത്തിനൊപ്പം അല്ലെങ്കിൽ ഇഷ്ട ഗായകനൊപ്പം ഒക്കെ ഓണം ഷോപ്പിംഗ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് ആർക്കൊപ്പം ആയിരിക്കണം? അതെന്റെ സ്റ്റുഡന്റിന്റെ അമ്മയുണ്ട്, ഗിരിജാമ്യു, ഗായികയാണ്. ഗിരിജാ മേഡത്തിന് സങ്കീർത്തന ഭജന മണ്ഡലിയൊക്കെ ഉണ്ട്. അമ്മൂമ്മയുടെ കൂടെ ഗിരിജാമ്മയുടെ കൂടെ ഒരു ഷോപ്പിംഗ്. അപ്പൊ ഷോപ്പിംഗ് അമ്മയുടെ കൂടെയാണ് ഇഷ്ടം. അമ്മയ്ക്ക് ഒരു സാരിയൊക്കെ വാങ്ങി കൊടുക്കും. അതെ. ഓക്കെ, അപ്പൊ അടുത്ത ഓണം സദ്യ അത് ആരുടെ കൂടെ ആയിരിക്കും? എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ സദ്യ കഴിക്കുക, പാടുക പാട്ടുകൾ പാടുക. ഏത് പാട്ടായിരിക്കും ജയചന്ദ്രൻ സാറിന് പാടി കൊടുക്കുക? സാറിന് പാടി കൊടുക്കേണ്ടത് ഓണത്തിന്റെ ഒരു പാട്ടില്ലേ, മാവേലിക്കും പൂക്കളം മാദേവനും പൂക്കളം മലയാളക്കരയാകെ വർണ്ണ പൂക്കളം മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. ആഹാ, പൂക്കളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആരുടെ ഒപ്പം പൂക്കളം ഇടണം? പൂക്കള സെൻസ് ഒക്കെ ഉള്ള ആരാണുള്ളത്? പൂക്കള സെൻസ് ആരായിരിക്കും? മധുവണ്ണൻ. അടിപൊളി. മധുവണ്ണൻ. അതെ, അത് അടിപൊളിയായിരിക്കും. മധുവണ്ണന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ മ്യാവ് പാട്ടൊന്ന് പാടിയല്ലോ നമുക്ക്. അതെ, ഞങ്ങളും ഭയങ്കര മ്യാവുക. മധുവണ്ണനും ദാസേട്ടനും ജയേന്ദ്ര സാറും എല്ലാരും മ്യാവ് പറയും. ഞാൻ ആദ്യമേ എടുക്കുമ്പോ ഞാൻ തുടങ്ങും. മധുവണ്ണൻ അടിപൊളി. ഇത് എവിടെയായിരിക്കും നിക്കുന്നത് അവസാനം? അങ്ങനെ നിർത്തി പിന്നെ ഞങ്ങള് ചിരിക്കും രണ്ടുപേരും കൂടെ. അടിപൊളി. ഓണപ്പാട്ടോ? ഓണപ്പാട്ട് ദാസേട്ടൻ. അടിപൊളി. അമേരിക്കയിൽ പോയി നമുക്ക് ഒരു ഓണപ്പാട്ട് പാടിയാലോ? അത് അമേരിക്കയിൽ പോയിട്ട് ദാസേട്ടന്റെ എന്തോരം ഓണപ്പാട്ടുകളല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? പൊന്നോണം വന്നോ പൂമ്പട്ടു വിരിക്കൂ പൊന്നിലഞ്ഞി തണലിൽ ഒന്നുമറിയാത്ത പിഞ്ചോ മനകളായി വന്നു നിൽക്കുന്നു നമ്മൾ, ഇന്നും വന്നു നിൽക്കുന്നു നമ്മൾ. ആ പിഞ്ചോമനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പഴയ വിജയലക്ഷ്മി കുഞ്ഞിലെയുള്ള ഓണ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? കൊച്ചിലെ അച്ഛമ്മയായിട്ടൊക്കെ ഓണാഘോഷിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കഞ്ഞിയും കറിയും കളിക്കും. നമ്മുടെ അമ്മായിയുടെ മക്കളും ഒക്കെ ആയിട്ട് വീട്ടില് അമ്മയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചെടുക്കുക, ഉണ്ടാക്കുക. എന്നാ രസമായിരുന്നു അതൊക്കെ. അവരൊക്കെ ഇപ്പൊ വലുതായില്ലേ? അവരൊക്കെ ഇപ്പൊ എല്ലാം ടൈമില്ല, ആർക്കും ടൈമില്ല. എന്നാലും ടൈം ഉണ്ടാക്കി വരും കേട്ടോ. ഇപ്പൊ ഓണത്തിന് കൂടാറുണ്ടോ നിങ്ങൾ? അങ്ങനെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടോ? ഉണ്ട്, ഈ വർഷം ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഉണ്ടേ. ആഗസ്റ്റ് 24-ാം തീയതി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും, ഞങ്ങളുടെ എല്ലാവരും കൂടെ സമുദായം എല്ലാവരും കൂടെ അവിടെ ഒരു ഒന്നിച്ചു കൂടലുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിച്ചു കൂടലാണല്ലോ. അതെ, ഒന്നിച്ചു കൂടലാണല്ലോ. അതായത് വെള്ളാള സമുദായം വൈക്കം മാത്രമേ ആർക്കും പങ്കെടുക്കാം കേട്ടോ. അപ്പൊ ഞങ്ങള് വരണമല്ലോ. നല്ല സദ്യയൊക്കെ ഉണ്ടാവും. പിന്നെ അടിപൊളിയായിരിക്കും. പാട്ട്
അതെ അതെ. ഇതിൽ കൂടുതൽ എന്ത് വേണം ഓണത്തിന്? പിന്നെ കുമരകം രഘുനാഥ് സാറാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. MLA സാർ ഉദ്ഘാടനം. അപ്പൊ വലിയ പരിപാടിയാ, ചെറിയ വമ്പനാണ്. വമ്പൻ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതിനുള്ള ആശംസകളും കൂടി നേരുകയാണ്. താങ്ക് യു. പിന്നെ എല്ലാ വർഷവും പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ പഴയ പോലെ കൂടെ കൂടാൻ ടൈം കിട്ടുന്നില്ല. അതിന് മുമ്പൊക്കെ ചിറ്റപ്പന്റെ വീട്ടിലായിരുന്നു കേട്ടോ. നമ്മുടെ വൈക്കത്ത് തന്നെ, ഉദയനാപുരത്ത്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ. ചിറ്റപ്പന് പാടുകയൊക്കെ ചെയ്യും കേട്ടോ, സുധാമ ചിറ്റപ്പൻ. എല്ലാരും കൂടെ കൂടുമ്പോ രസമാണ്. ഒരു രസമല്ലേ, അതല്ലേ ഓണം. അല്ലെങ്കിൽ പിന്നെ എന്നാ ഓണം അല്ലേ. അതാണ്. ചേച്ചി, കുറച്ച് ചോദ്യങ്ങളും കൂടെ. പോകാൻ ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? പ്രധാനം നമ്മൾ വൈക്കത്തമ്പലം. പിന്നെ വൈക്കത്തമ്പലവും അവിടെ ഒക്കെ വിട്ട് പോവാൻ ഒരു മടിയാണ് കേട്ടോ. പിന്നെ തിരുപ്പതിയിലും പോയിട്ടുണ്ട്, ഒന്നുകൂടെ പോകാം. അതെ അതെ. അമ്പലങ്ങളും അതൊക്കെ തന്നെയാ ഇഷ്ടം. കൂടുതലും ഒരു നാടൻ പെണ്ണാണ്. അത് ശരിയാ. അതെ അതെ, ജിമ്മിക്കും കമ്മലും ഒക്കെ കിലുങ്ങുന്ന കൊലുസൊക്കെ ഒരു നാടൻ പെൺകുട്ടിയാണ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, എന്തായിരുന്നു? രോമാഞ്ച കുട്മളം. രോമാഞ്ച കുട്മളം തോന്നുന്ന, അതായത് എപ്പോ കേട്ടാലും ആ പാട്ട് കേട്ടാ രോമാഞ്ച കുട്മളം തോന്നും. അത് ഏത് പാട്ടായിരിക്കും? മണിച്ചിത്രത്താഴെ എല്ലാ പാട്ടുകളുണ്ടല്ലോ. സിനിമയാണെങ്കിൽ എന്റെ അമ്മോ, എപ്പോ കേട്ടാലും എത്ര കേട്ടാലും മതിയാവൂല കേട്ടോ. പാട്ടാണേലും സിനിമയാണേലും. സങ്കടം വരുമ്പോ കേൾക്കുന്ന പാട്ട് ഏതാ? ഒരു ഊർജം തരുന്ന പാട്ട്. മോഹനരാഗത്തിലുള്ള കുറെ പാട്ടുകളുണ്ട്, കുറെ. പിന്നെ ജോക്കറിലെ പാട്ടില്ലേ, അടിപൊളി. ചേച്ചിയുടെ പ്ലേലിസ്റ്റിലെ റേഡിയോ ആണ് ഇഷ്ടമെന്ന് അറിയാം. റേഡിയോ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇന്നും കൂടെ പ്രിയപ്പെട്ട ശ്രോതാവാണ് അല്ലേ? ശ്രോതാവുമാണ്. ഫോണിംഗ് പ്രോഗ്രാമിൽ വിളിക്കുകയും ചെയ്യും. ഇനിയും വിളിക്കും. ചേച്ചി പ്ലേലിസ്റ്റിലെ, ചേച്ചിയുടെ ഫോണിലൊക്കെ ആണെങ്കിലും ആദ്യം കിടക്കുന്ന പാട്ട് ഏതായിരിക്കും? ഏറ്റവും പ്രിയപ്പെട്ട ഗാനം? കാറ്റേ കാറ്റ്. ആഹാ, അത് ഒരു രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി. കാറ്റേ കാറ്റേ കൊണ്ട് ഒറ്റക്ക് പാടുന്ന പൂങ്കുവലയും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടി. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തില് പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തേൻ നിറഞ്ഞോ, ആകെ തേൻ നിറഞ്ഞോ, ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ, മീനത്തി വെയിലിൻ ചൂടിൽ തണുതണി തൂവൽ വീശി നിന്നോ, തൂവൽ വീശി നിന്നോ. അടിപൊളി. ഈ ഗമകം എന്നല്ലേ അതിന് പറയാ? ഈ ഗമകം സംഗതി, അത് കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ചേച്ചിയുടെ അനുകരണ കലയെ കുറിച്ച് ഓർമ്മ വരുവാണ്. ഈ പുതിയതായിട്ട് ആരെങ്കിലും പഠിച്ചോ? ഗൗരിയമ്മ എന്റെ ഫേവറേറ്റ് ആണ് അനുകരിക്കുന്നത്. പിന്നില്ല, കേൾക്കാതെ ഞാൻ വരുവോ? അതൊക്കെ കുറച്ച് നാളായിട്ട് എന്റെ ഫോണിൽ നിറയെ ചേച്ചിയാണ്. ഓക്കെ. അപ്പോ നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും അനുകരണം നമ്മള് സെറ്റ് ആയിട്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ട്? നമ്മുടെ NN പിള്ള സാർ. ചെയ്താലോ നമുക്ക്? ആയിക്കോട്ടെ. അപ്പൊ അശ്വതി പറയണം, നമുക്കതൊക്കെ മറക്കാം. അതായത് ലോക്ക്ഡൌണിന് കോവിഡ് സമയത്ത് വീട്ടിൽ ഇരുന്നൊക്കെ നമുക്ക് മറക്കാം. അതൊക്കെ പറയണേ. അപ്പോഴേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു. കോവിഡ് സമയത്ത് അതൊക്കെ നമുക്ക് മറക്കണോ? എന്താണോ ഞാൻ മറക്കേണ്ടത്? 2 കൊല്ലം വീട്ടിൽ ഇരുന്നത്, ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിൽ ഇരുന്ന് ഞാൻ മറക്കണോ? എന്താണോ ഞാൻ മറക്കേണ്ടത്? പറയാൻ മറക്കണ്ട ചേച്ചി, ചുമ്മാ. അടിപൊളി. പിന്നെ നമ്മുടെ പാരഡി ഗാനങ്ങൾ അല്ലേ? എനിക്കൊന്ന് വിജയ് ഇപ്പൊ എവിടെ പോയാലും ഒരു പാരഡി ഗാനം പാടിക്കുന്നുണ്ട് എല്ലാരും. അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പാടാൻ പറ്റുന്ന രീതിയിലുള്ള വരികളാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഞാനത് സുധീർ പറവൂരായിട്ടുണ്ട് കേട്ടോ, എന്റെ അല്ല. നമുക്ക് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചി പാടി തൊടിയിലേതോ ആയിരുന്നു. അന്ന് മഞ്ജു വാര്യരുടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു. മഞ്ജു ചേച്ചി ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാട്ടൊന്ന് പാടിയാലോ? ആയിക്കോട്ടെ. വാടി ഫ്രിഡ്ജിലിരുന്ന മുരിങ്ങക്കോലുകൾ, പുലരി വെയിലത്ത് സാമ്പാറിന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടെന്നിട്ടും മുരിങ്ങക്കോല് വാടി. ഫ്രിഡ്ജിലിരുന്ന മുരിങ്ങക്കോലുകൾ വാടി, ഫ്രിഡ്ജിലിരുന്ന മുരിങ്ങക്കോലുകൾ, പുലരി വെയിലത്ത് കടയിൽ നിന്നു വാങ്ങിച്ചിട്ട് സാമ്പാറിനെന്നിട്ടും മുരിങ്ങക്കോല് വാടി.
ഇതെന്തുവാടി. അടിപൊളി അടിപൊളി. താങ്ക് യു. മുരിങ്ങക്കോല് വാടി, ഗംഭീരം. ഇതെങ്ങനെ ചേച്ചി പാരഡി ചേച്ചി തന്നെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാറുണ്ടോ? അത് അച്ഛനും ഞാനും കൂടെ ചെയ്തായിരുന്നു. ആ, കീടനാശിനി തളിക്കുന്നു നീ വിളവുകളില്ലാത്ത പാടങ്ങളിൽ എന്നൊക്കെ പറയുന്നതാണ്. എങ്ങനെയാ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ ലെഷർ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുക? അച്ഛനും അമ്മയും മകളും പ്രാക്ടീസ്, കളികൾ. കളികളൊക്കെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്, കഞ്ഞിയും കറിയും. അച്ഛനും അമ്മയും ചേച്ചിയും കൂടിയോ? അടിപൊളി. പിന്നല്ല. ആഹാ. എന്നിട്ട് എന്താണ് വഴക്കിടലൊക്കെ ഉണ്ടോ? കൂട്ടുകൂടൽ പോലെ തന്നെ വഴക്കിടലും കാണുമല്ലോ. അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഇല്ല. പണ്ട് എന്തിനായിരുന്നു വഴക്കൂടല്? അത് ശരിക്കും ഞാൻ പാടാത്തതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പുമ്പോഴൊക്കെ, കൊച്ചിലേക്ക് കുഴപ്പുമ്പോ വഴക്കിടുവല്ലോ. ഇപ്പോഴും നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന ഫ്ലോറിൽ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ. അന്നേരം ഇടുവായിരുന്നു. ബലമായിട്ട് അച്ഛനും അമ്മയും ഉണ്ട്. അത് വഴക്ക് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളു, അല്ലാണ്ട് കുഴപ്പമൊന്നും. എനിക്ക് തോന്നുന്നു ചേച്ചി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആകെ നമ്മുടെ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ ആണെന്ന് തോന്നുന്നു. പാട്ട് പഠിക്കുമ്പോ ആരെയും കേട്ടില്ല. ഒറ്റയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. ബാഹുബലിയിലെ പാട്ടൊക്കെ വളരെ നിമിഷ നേരം കൊണ്ടാണ് ചെയ്തത് എന്ന് കേട്ടല്ലോ. അവരെയൊക്കെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആണോ? അങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്നിട്ട്? ഇനി ഒന്നും ചെയ്യാനല്ലോ, പക്കയാണെന്ന് പറഞ്ഞു കീരവാണി സാർ. കീരവാണി സാറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടുക എന്നുള്ളതാണ്, അതാണ് ഒരു ഭാഗ്യം. ഞാനൊരു ഇന്റർവ്യൂല് കണ്ട് ചേച്ചി പാടുമ്പോ വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു സിനിമയായിരിക്കും എന്നുള്ളത് അല്ലേ? പാടി അത് തിയേറ്ററിൽ കേട്ടിരുന്നോ? തിയേറ്ററിൽ കേട്ടപ്പോഴാണ് അറിഞ്ഞത്. ഗംഭീര പാട്ട്. അതെ. അതുപോലെ തന്നെ നമ്മളെ കരയിച്ച് കളഞ്ഞ ഒരു പാട്ടാണ് നമ്മുടെ മണ്ണിലെ ഈരമുണ്ട്. ഇപ്പോഴും കേട്ടാലും നമുക്ക് വളരെ വേദന. ചേച്ചിക്ക് പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്ത ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അത്രയും ഭയങ്കര ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത പാട്ടായിരുന്നു അത് ജയ് ഭീമിലെ? അത് വളരെ രാഷ്ട്രീയം പറയുന്ന ഒരു പാട്ടാണല്ലോ അല്ലെ? വലിയ രാഷ്ട്രീയം പറയുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കഥ പറഞ്ഞ ജയ് ഭീം. ജയ് ഭീമാണ് അതില് പ്രതീക്ഷ തരുന്ന ഒരു സോങ്. സത്യം സത്യം. ചേച്ചി നമുക്ക് അതും കൂടി ഒന്ന് പാടാമോ ചേച്ചി? മണ്ണിലെ ഈറമുണ്ട്, മുൾക്കാട്ടിൽ പൂവുമുണ്ട്, നമ്പിനാൽ നാളെയുണ്ട്, കൈത്താങ്ക ജീവനുണ്ട്, എங்கே போனாலும் பொன்வானம் கண்ணோடு, எல்லை இங்கில்லை வா காலம் நம்மோடு, மண்ணிலே ஈரமுண்டு, മുൾക്കാട്ടിൽ പൂവുമുണ്ട്. നമ്പിനാൽ നാളെ ഉണ്ടെന്നാണ് അല്ലേ? നമ്മൾ വിചാരിക്കണം നമുക്ക് നാളെ ഉണ്ടെന്ന്. പ്രതീക്ഷ, ഹോപ്പ്. അതാണ് ചേച്ചി. എന്താണ് നമ്മളിപ്പോ അവസാനിപ്പിക്കുമ്പോ ഈ ഓണത്തിന് ആളുകളോട് പറയാനുള്ള, ഒരുപാട് പേർക്ക് പ്രേരണയായിട്ടുള്ള ഒരു ജീവിതമാണ് താങ്കളുടേത്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളായിട്ടൊന്നും വരുത്തുന്നതല്ല, നമ്മളിലേക്ക് എത്തുന്നതാണ്. എന്താണ് പറയാനുള്ള ഞങ്ങളുടെ പ്രേക്ഷകരോട്? റിപ്പോർട്ടർ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു. ഇനിയും പഴയ ഓണം നമുക്ക് തിരിച്ചു വരും. ഇതേപോലെ എല്ലാ വർഷവും, അതായത് കൂട്ടുകുടുംബം എല്ലാവരും കൂടി, അതായത് പഴയ പോലെ പൂക്കളിർത്തും ആ ഒരു ഓണമൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണോ എന്തോ. അത് വരട്ടെ ചേച്ചി. വലിയ സന്തോഷം ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ഞങ്ങൾക്ക് എന്റെ ഒരു പേഴ്സണൽ ഇത്രയും ഞാൻ എൻ്റെ അടുത്ത് ഇത്രയും ഇങ്ങനെ ഇരുന്ന് പാടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഓണം എനിക്ക് ശരിക്കും ഓണമാണ് ഇത്തവണ. ഇതാണ് ഓണം. അതെ, ഇതാണ് ഓണം. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ചേച്ചി മറ്റു പാട്ടുകൾ പാടുമ്പോൾ ചേച്ചിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് അത് എല്ലാ പാട്ടുകളിലും ഉണ്ട്, താങ്കളുടെ ശബ്ദത്തിനും ഉണ്ട്, ഇംപ്രവൈസേഷന്റെ കാര്യമൊക്കെ. ചേച്ചി ശ്രീരാഗമോ പാടി ഞാൻ കേട്ട് ചേച്ചി, ഒരു രക്ഷയും ഇല്ല. എനിക്ക് അതിന്റെ രണ്ടുപേരും ഒന്ന് ആ പ്ലാവില അതൊന്ന് പാടി. പ്ലാവില പൊൻതളികയിൽ പാൽ പായസച്ചോറുണ്ണുവാൻ പിന്നെയും പൂം പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ, ചെങ്കതളിക്കോമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാമോ, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.
ചേച്ചി താങ്ക് യു സോ മച്ച്. അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ Thank you. അളക്കാൻ ആളല്ലെങ്കിൽ പോലും ഇത്രയും അടുത്തിരുന്ന് കേട്ടതിൽ വലിയ സന്തോഷം. ഹാപ്പി ഓണം. Happy ഓണം, അശ്വതി. താങ്ക് യു. താങ്ക് യു.